ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നീലിമ ശ്രുതിക്ക് പൈസ കൊടുക്കുകയാണ് കേട്ടോ. 50 ലക്ഷം രൂപയും അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പോകാൻ നേരത്ത് ശ്രുതിയായിട്ട് ഒന്ന് കോർക്കുന്നൊക്കെ ഉണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാം അവിടെ എന്നൊക്കെ പറയും. നീ ഒന്നും കാണിക്കാനില്ല, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും നീലിമയെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം സച്ചിൻ രേവതിയും കൂടെ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ SI വരുന്നുണ്ട്. SI കാണുമ്പോൾ ഇവർ രണ്ടുപേരോട് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, സാർ എൻ്റെ വൈഫ് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചിരുന്നു, അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നെന്നൊക്കെ പറയും. അത് ഞങ്ങൾക്ക് വിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. പറയും അതിനെന്താ കയറി വാ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഇവരകത്തേക്ക് പോകുമ്പോഴത്തേന് ശ്രുതിയും കൂടെ പുറത്തേക്ക് വരും. ഇവർ തമ്മിൽ പരസ്പരം ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും പൈസ കിട്ടിയെന്നോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പോരും. അത് കഴിയുമ്പോഴത്തേന് SI ഇരുന്ന് രേവതിയോട് സച്ചിയോടും പറയുന്നുണ്ട്, ഫൈൻ അടച്ചിട്ട് പൈസ തന്നു പൊക്കോളാൻ പറയും. അന്നേരത്തേന് വലിയ ഉപകാരമായി സാർ, ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും. എന്തായാലും തൻ്റെ ഭാര്യയോട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞോളാം സാർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ 500 രൂപ തന്നിട്ട് പോകാൻ പറയും. 500 രൂപയോ എന്നുടനെ രേവതി ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി ഇങ്ങനെ രേവതിയെ കണ്ണു കാണിക്കാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഉടനെ ഇവർ രണ്ടുപേരുടെ കൂടി 500 രൂപ എടുത്ത് അടച്ചിട്ട് കഴിയുമ്പോഴത്തേന് SI പറയും എന്നാൽ വണ്ടി കൊണ്ടുപോകാൻ പറയും. ഇപ്പോൾ ഇവർ പിന്നെ സന്തോഷത്തോടെ വെളിയിൽ വന്നിട്ട് വണ്ടി എടുക്കുകയാണ്. അന്നേരത്തേന് രേവതി പറയും സച്ചിയോട്, എന്നാൽ പിന്നെ സച്ചിയേട്ടൻ വണ്ടിയുടെ പുറകെ കയറിക്കോളാൻ, ഞാൻ ഈ പൂവിൻ്റെ പുറകെ കയറിയിരുന്ന എങ്ങനെ ശരിയാന്ന്, എൻ്റെ കാർ ആരെങ്കിലും എടുത്തുകൊണ്ട് വരണ്ടേ, നീ പൊക്കോളാൻ പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി എങ്ങി പോരുകയാണ്. ഈ സമയം കാശ് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ശ്രുതിയോട്, എന്തായാലും കാശ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ ഇത്രയും ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കാശ് കിട്ടിയേ എന്നൊക്കെ പറയും. എന്താ ഇനി ഈ കാശ് കൊണ്ട് ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ കാശ് എന്തായാലും അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറയും. എന്ത് ബുദ്ധിമോശമായി കാണിക്കുന്ന ശ്രുതി, നീ ഇങ്ങനെ ഈ കാശ് കൊണ്ട് അച്ഛൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നടക്കാനാണ്? അവിടെ നമുക്ക് ഈ കാശ് അച്ഛൻ്റെ ഏൽപ്പിക്കേണ്ട, നമുക്ക് അതുകൊണ്ടൊന്ന് ഏജൻസി കൊടുത്തിട്ട് കാനഡയ്ക്ക് പോകാം, അന്നേരം അത് കഴിഞ്ഞിട്ട് കുറേശ്ശായിട്ട് അച്ഛന് കാശ് കൊടുക്കാമെന്നൊക്കെ പറയും. അപ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്നാലും അച്ഛനെ കളിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, എന്നാൽ പിന്നെ നീ പറഞ്ഞത് ശരിയാ, നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഏജൻസിയിലേക്ക് പോകും കേട്ടോ. അന്നേരം ശ്രുതിയും കൂടെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരുടെ ഏജൻസി ചെല്ലുന്നത്. അപ്പോൾ ഏജൻസി ചെല്ലുമ്പോഴത്തേന് അവിടെ ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട്, എന്തായാലും ആ ചാൻസ് പോയി, നിങ്ങൾ പൈസ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടുവന്നില്ലല്ലോ, അതുകൊണ്ട് വേറൊരാൾ ക്യാഷും കൊണ്ടുവന്നു, അയാളെ ഞാൻ ഇന്നലെ കയറ്റി വിട്ടു, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അന്നേരത്തേന് രണ്ടുപേർക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അന്നേരത്തേന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞല്ലായിരുന്നു, ബുക്ക് ചെയ്ത സീറ്റ് അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ചെയ്യാനാ മാഡം, ഞങ്ങൾ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം നിങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങൾ വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ആ സീറ്റ് ഫില്ല് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, കാശുമായിട്ട് റെഡിയായിട്ട് വന്ന ആളെ ഞങ്ങൾ കയറ്റി വിട്ടു, അതുകൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു വിടും. ഇപ്പോൾ ഇവർ സങ്കടപ്പെട്ട് ഇറങ്ങി വരുവാണ്. അന്നേരത്തേന് ശ്രുതി പറയുന്നുണ്ട്, എനിക്കല്ലേലും ഭാഗ്യമില്ല, കാശുള്ളപ്പോഴത്തേന് ജോലി കിട്ടുകയില്ല, ജോലി റെഡിയായി വന്നപ്പോൾ കാശില്ല, ഇങ്ങനെ ആകെ പ്രശ്നമായല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, ജോലി തന്നെ വേണമെന്ന് എൻ്റെ ഇത്ര നിർബന്ധം, ശ്രുതിയുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ വെച്ച് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറയും. അപ്പോൾ നമ്മൾ എവിടുന്നാണ് പൈസ കിട്ടിയേ, എങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയെന്നൊക്കെ വീട്ടുകാർ ചോദിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാം, എൻ്റെ അച്ഛൻ തന്നാന്ന്, നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു അച്ഛൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് തന്നാന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് ഓരോരോ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും അത് സമ്മതിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. ശ്രുതി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട്. അച്ഛൻ അമ്മ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിലൊക്കെ നോക്കുന്ന ഉടനെ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ അതിന് അവിടെ ജയിലിലല്ലേ, എങ്ങനെയാണ് നിനക്ക് പൈസ അയച്ചു തന്നെന്ന്? അത് ശരിയാണല്ലോ എന്ന് ഉടനെ രേവതിയും ചോദിക്കും. അതിനെന്നാ നിനക്ക് ഇത്ര അസൂയായോണ്ടാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയുമ്പോഴത്തേന് ശ്രുതി ഉടനെ പറയും, എൻ്റെ അച്ഛൻ ഇളയച്ചൻ വഴി അയച്ചു തന്നു. അതിന് നിൻ്റെ ഇളയച്ചൻ ഇപ്പം മലേഷ്യയിലില്ലല്ലോ, അദ്ദേഹം ഇപ്പം അങ്ങ് ഉത്തരേന്ത്യയിൽ എങ്ങാണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ എൻ്റെ അച്ഛൻ നേരത്തെ ഇതുപോലെ പൈസ എടുത്ത് മാറ്റി വെച്ചിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ പിന്നെ തന്നതാന്ന് പറയാം. അന്നേരത്തേന് ഉടനെ സച്ചി ചോദിക്കും, അതെന്താ നേരത്തെ ജയിലിലാകുമെന്ന് അറിയാമായിരുന്നോ എന്ന്? അത് കേൾക്കുമ്പോഴത്തേന് വർഷം ചോദിക്കുന്നുണ്ട്, അത് ശരിയാണല്ലോ, അങ്ങനെ നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേന് സച്ചി പറയും, എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്നാണ് തോന്നുന്നത്, നിൻ്റെ അച്ഛൻ ഇപ്പം മലേഷ്യയിലാണ് അല്ലേ ജയിലിലാണ്, നിൻ്റെ ചെറിയച്ഛനാണെങ്കിൽ ഉത്തരേന്ത്യയിലും, പിന്നെ എങ്ങനെ കാശ് ഇങ്ങനെ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ അച്ഛൻ ഒരു ഫ്രണ്ടിൻ്റെ കാശ് ഏൽപ്പിച്ചിരുന്നു, ആ കാശ് ഫ്രണ്ട് എൻ്റെ ചെറിയച്ഛൻ അയച്ചു കൊടുത്തിട്ട് ചെറിയച്ഛൻ എനിക്ക് തന്നതാന്നൊക്കെ പറയും. എന്തായാലും എൻ്റെ മോൻ്റെ ഭാഗ്യമാണ് ശ്രുതി ഇപ്പം ഇതുപോലെ വ്രതമൊക്കെ എടുക്കുന്നതിൻ്റെ ഫലമാണെന്നൊക്കെ പറഞ്ഞാണ് ചന്ദ്രമതി ഇങ്ങനെ സന്തോഷിക്കുന്നത്. അന്നേരത്തേനുടനെ സച്ചി പറയും, അതെ ഇവൻ്റെ ഭാഗ്യമല്ല,
ഇത് അച്ഛൻ്റെ ഭാഗ്യമാണെന്ന് പറയും. അതെങ്ങനെ അച്ഛൻ്റെ ഭാഗ്യമാകുമെന്ന് ചോദിക്കും. അതെൻ്റെ ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ചോദിക്കുന്നുണ്ട്. എടാ നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതല്ലേ, അപ്പോൾ ആ 50 ലക്ഷത്തിനകത്ത് 25 ലക്ഷം ഇപ്പം നിൻ്റെ അമ്മായി അച്ഛൻ തന്നു, ആ പൈസ നീ അച്ഛന് തിരിച്ചു കൊടുക്കണമെന്ന്. അല്ലേടാ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും അത് പിന്നെ അങ്കിള് കൊടുത്ത കാശല്ലേ, അതെങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നതൊക്കെ ചോദിക്കും. അതൊന്നും സാരമില്ല, ഇവൻ അടിച്ചു മാറ്റിയ കാശ് അച്ഛന് കൊടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അച്ഛന് തന്നെ ആ കാശ് കിട്ടണമെന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. അപ്പം ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെ ആകുന്നുണ്ടോ, അതെങ്ങനെ ഞാൻ തരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് ഉടനെ ശ്രുതി കയറി ദേഷ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും, എൻ്റെ അച്ഛൻ കൊടുത്ത കാശല്ലേ, അത് ചോദിക്കേണ്ട ആവശ്യം എന്നാ എന്നൊക്കെ സച്ചിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേന് ഉടനെ ചന്ദ്രമതിയും ചോദിക്കും നീ എന്തിനാ ഇവനെ ഇങ്ങനെ പിരികേറ്റി വിടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് രേവതി പറയും അതിന് അദ്ദേഹം ചോദിച്ചതിൽ എന്താ തെറ്റെന്ന് ചോദിച്ച് ചന്ദ്രമതിയുടെ നേരെ ദേഷ്യപ്പെടുന്ന നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.